മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താണ് നൽകുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ ചിലർ ചോദിക്കുന്ന, അച്ഛാ എന്താ കൊടുക്കാത്തത്, എന്തിൻ്റെ കുറവാ ഉള്ളത്? ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛാ, ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കളിപ്പാട്ടം അല്ലേ, അയ്യോ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛാ ആലോചനകൾ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. നല്ല മിടുക്കൻ ചെറുക്കൻ, സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ചെറുക്കൻ. അപ്പം ഞാൻ ചോദിച്ചു, ഇവൻ എന്താ കുഴപ്പം? ഏതായാലും ഒരു കാര്യം ഉറപ്പ്, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഇവര് എന്ന് പറഞ്ഞ 30 വയസ്സുള്ള മകനുണ്ട്. അപ്പൊ ഈ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഉണ്ടാവും? അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം. അവര് താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം. അച്ചടക്കം പഠിപ്പിക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത്. അമ്മയെ നീ മറക്കരുത്, അമ്മയെ വേദനിപ്പിക്കരുത്. ഒന്നാമത്തെ കൽപ്പന അതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, അമ്മയെ വേദനിപ്പിക്കരുത്, അമ്മയെ മറക്കരുത്. പറഞ്ഞു കൊടുത്തേ. അയ്യോ മമ്മി, എൻ്റെ ഡാഡി ഇവിടെ എങ്ങും അങ്ങനെയൊന്നും ഇല്ല. പൊട്ടത്തരം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുക, വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അച്ഛാ, ഈ വീട്ടിലുണ്ടല്ലോ കർത്താവ് തന്ന സമ്പത്താണത് 3 കുഞ്ഞുങ്ങൾ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നീ ബുദ്ധിയും ബോധമുള്ള ആരോടെങ്കിലും ഒരു ഉപദേശം തേടണം. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം. ഞങ്ങൾക്ക് സംഭവിച്ച പരാജയങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ മാതാപിതാക്കളായിട്ടുള്ളവർ ഒന്ന് കൈപൊക്കാവോ? പേരൻസ്, മാതാപിതാക്കൾ. എല്ലാവരും തന്നെ മാതാപിതാക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 വയസ്സ് വരെ ഉള്ള കുഞ്ഞിൻ്റെ അമ്മയോ അപ്പനോ ഉണ്ടെങ്കിൽ, 5 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? അങ്ങനെയുള്ള ആരെങ്കിലും? 5 വയസ്സ് വരെയുള്ള കുറച്ച് പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ആ പീരീഡ് ഓഫ് ടൈം, ആ കാലാവധിക്കുള്ളിലുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കൈപൊക്കണം. വെരി ഗുഡ്. കുറെ അധികം പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ചേ, 15 വയസ്സിന് മുകളിലുള്ള മക്കള്, 15 വയസ്സ് കഴിഞ്ഞു, എത്രയെങ്കിലും ആവട്ടെ, 15 വയസ്സ് കഴിഞ്ഞ മക്കൾ ഉള്ളവര് കൈപൊക്കിക്കേ. 15 വയസ്സ് കഴിഞ്ഞവര്, അവരാണ് ഭൂരിഭാഗം പേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവസാനം കൈപൊക്കിയവർക്കാണ് ഭാരം കൂടുതൽ. അവരുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാനപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ പല ഗ്രൂപ്പുകളിൽ പെട്ടവരാണ്, മാതാപിതാക്കൾ തന്നെ പല പ്രായത്തിലുള്ള മാതാപിതാക്കളാണ്. ചോദ്യം ഇതാണ്, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താണ് നൽകുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യം കേട്ടോ? ഒന്നും കൂടെ പറയാം. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് നൽകുന്നത്? പലരും പല ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? മാതാപിതാക്കൾ മക്കൾക്ക് എന്താണ് നൽകുന്നത്? ഇപ്പൊ ചിലർ ചോദിക്കുന്ന, അച്ഛാ എന്താ കൊടുക്കാത്തത്, എന്തിൻ്റെ കുറവാ ഉള്ളത്? ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛാ, ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കളിപ്പാട്ടം അല്ലേ, അയ്യോ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും അവരുടെ വയറ് നിറയണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വേറെ ചില മാതാപിതാക്കൾ പറയുന്നു, അച്ഛാ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും അരമുറുക്കിയിട്ടാണെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾ മക്കൾക്ക് പല കാര്യങ്ങളും കൊടുക്കുന്നതിൽ ദത്തശ്രദ്ധയുള്ളവരാണ്, നല്ല ജാഗ്രതയുള്ളവരാണ് മക്കളുടെ വളർച്ചയുടെ കാര്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ ഓർത്തൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ചിലർക്ക് കൈയടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മകനെ ഓർത്ത് എന്ത് കൈയടിക്കാനാ, അച്ഛൻ അവൻ്റെ അവസ്ഥ അറിയാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്.
മക്കളെ ഓർത്ത് മാതാപിതാക്കൾ അഭിമാനിക്കണം. ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? എന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരമ്മയും മകനും എൻ്റെ മുമ്പിൽ ഈ ചോദ്യം ഉയർത്തി. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മകന് 30 വയസ്സായി, കല്യാണമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആരോ പറഞ്ഞിട്ട് അമ്മ മകനുമായിട്ട് നമ്മുടെ ഈ പോട്ട ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. അവരിതുപോലെ ശുശ്രൂഷയിലൊന്നും അധികം പങ്കെടുത്തില്ല. അവര് ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് കാണണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു, ഒരു വൈദികന്റെ കൈവപ്പ് പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം പെട്ടെന്ന് നടക്കും. അപ്പൊ അതുകൊണ്ട് അവര് കാത്തു നിൽക്കുന്നത് ഒരച്ഛൻ ഈ ചെറുക്കന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ മകനെ കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ പറഞ്ഞു ഇരിക്കൂ. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ ഒത്തിരി പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇരിക്കണമെന്നൊന്നുമില്ല, ഒറ്റ കാര്യത്തിനാ വന്നത്. അച്ഛനാ ഇവന്റെ തലയിലോട്ടൊന്നാ കൈയൊന്ന് വെച്ചേ, ഇവന്റെ പ്രോബ്ലം അങ്ങോട്ട് പോകും. ഞാൻ ചോദിച്ചു എന്താ പ്രോബ്ലം? 30 വയസ്സായി, കല്യാണം നടക്കുന്നില്ല. അച്ഛാ ആലോചനകൾ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. നല്ല മിടുക്കൻ ചെറുക്കൻ, സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ചെറുക്കൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഇവൻ എന്താ കുഴപ്പം? അതറിയത്തില്ല അച്ഛാ, അതറിയത്തില്ല. അച്ഛൻ ആ കയ്യൊന്ന് അവന്റെ തലയിലോട്ടൊന്ന് വെച്ചേ, ഇവന്റെ പ്രോബ്ലം തീരും, ഉടനെ കല്യാണം നടക്കണം. ഞാൻ പറഞ്ഞു ഇരിക്കി, നമുക്ക് ഇച്ചിരി സംസാരിക്കാം. അല്ല അച്ഛനെ തിരക്കില്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ തിരക്ക് ചേച്ചി സാരമാക്കണ്ട, ഇരിക്കി. ഞാന് ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് സുഖമാണോ? അച്ഛാ ദേ എൻ്റെ പൊന്നു മോനാ. അമ്മ മകനെ ഇങ്ങനെ തൊട്ടോണ്ട് പറയാ, അച്ഛാ എൻ്റെ പൊന്നു മോനാ, കല്യാണം നടക്കുന്നില്ല അച്ഛാ, കല്യാണം നടക്കുന്നില്ല. നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവം. അച്ഛന് പരിചയമില്ല വല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. അത് നല്ല പാവമാണ് അച്ഛാ, പാവം. എൻ്റെ മോൻ പാവമാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഞാൻ അപ്പം അവൻ്റെ മുഖത്തോട്ട് നോക്കി, അവനൊന്നും അധികം മിണ്ടുന്നില്ല. അപ്പം ഞാൻ ഇവനെ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷീണം, ആത്മീയമായ ഒരു സ്പിരിച്വൽ വീക്ക്നെസ് ഒക്കെ ഇവൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ചില കാഴ്ചകളൊക്കെ കണ്ടതിൽ ഒരു കാഴ്ച, ഇവൻ്റെ കയ്യിലൊക്കെ ഈ ടാറ്റു അടിച്ചിട്ടുണ്ട്, പച്ച കുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തുവാ? അതിനും അമ്മയാണ് മറുപടി, ഓ അതെ, അത് പിള്ളേരല്ലേ അച്ഛാ, പിള്ളേരല്ലേ, എന്തോ ഒരു ടാറ്റു അല്ലേടാ മോനെ, ടാറ്റു അതൊക്കെയുള്ള അച്ഛാ, അതൊന്നും സാരമില്ല. ഞാൻ പറഞ്ഞു സാരം ഉണ്ടല്ലോ, ഇതെന്തോടാ അടിച്ചിരിക്കുന്നേ? മകനോട് നിർബന്ധിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് മകൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, അതെങ്ങനെയാണ്, അവിടെ ഒരു ഫുട്ബോള്, ഇവിടെ ഒരു പാമ്പ്, ഇവിടെ ഇങ്ങനെ കുറേ സാധനം അടിച്ചു വെച്ചിരിക്കുക. അപ്പം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ഇങ്ങനെയുള്ള ഈ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഈ ടാറ്റു അടിക്കുന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇവനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ചോദിക്കാമെന്ന് കരുതിയപ്പോൾ അമ്മ എന്നോട്, അച്ഛാ പാവാ അച്ഛാ, ഓ ഇവനിപ്പോൾ ഇന്നാളെങ്ങോട്ട് ടാറ്റു അടിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് അതൊന്നും സാരയില്ല അച്ഛാ, അതൊന്നും സാരയില്ല അച്ഛാ. ഞാൻ ചോദിച്ചു നിങ്ങൾ ധ്യാനം വല്ലതും അടുത്തെങ്ങാനും കൂടിയിട്ടുണ്ടോ? പിന്നെ ധ്യാനമൊക്കെ ഞങ്ങൾ കൂടുന്നവരാ അച്ഛാ, ഞങ്ങൾ ധ്യാനമൊക്കെ കൂടുന്നവരാ. ഞാൻ ചോദിച്ചു എന്നാണ് അവസാനമായിട്ട് ദേ ഈ മകൻ ധ്യാനം കൂടിയത്? അമ്മയല്ല മകൻ കൂടിയതെന്നാ. ഓയോ അച്ഛാ ഞങ്ങൾ പള്ളിയോടും ധ്യാന കേന്ദ്രങ്ങളോടൊക്കെ ബന്ധമുള്ളതാ. ഞാൻ പറഞ്ഞു ശരി, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ചോദ്യം ഇതാണ്, അവസാനമായിട്ട് ഈ മകൻ ധ്യാനം കൂടിയതെന്നാ? അപ്പോൾ ഉടനെ അമ്മയും മകനും കൂടെ ചർച്ച തുടങ്ങി എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് ധ്യാനം കൂടിയതെന്ന്. അവസാനം അവർ കണ്ടുപിടിച്ചു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടവകയിൽ നിന്ന് കുട്ടികളെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഏതോ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് ആകപ്പാടെ മകൻ ധ്യാനം കൂടിയിട്ടുള്ളത്. കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ്. മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടവകയിൽ നിന്ന് എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി ഒരു ധ്യാനം, അതിനപ്പുറം ഒരു ധ്യാനം കൂടിയിട്ടില്ല. അല്ല അച്ഛാ എൻ്റെ മോൻ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകും, അയ്യോ അച്ഛന്മാരോടൊക്കെ നല്ല സ്നേഹബന്ധം, ധ്യാനം കൂടിയിട്ടില്ലെങ്കിൽ സാരയില്ല അച്ഛാ, എൻ്റെ മോൻ പാവാണ്, പാവം. ഈ അമ്മ ഇരുന്നുകൊണ്ടാണ് ഈ മകനെ കുറിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധ്യാനം ആത്മാർത്ഥമായിട്ട് കൂടിയിട്ട് 8ാം ക്ലാസ് ആയി, ഇപ്പൊ ഇവന് വയസ്സ് 30 ഇവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണം. ഞാനപ്പോൾ ചോദിച്ചു, അന്ന മകൻ 8ാം ക്ലാസ്സിൽ, അമ്മ എന്നാ ധ്യാനം കൂടിയത്? അച്ഛൻ അതെന്തൊരു ചോദ്യമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല അമ്മേ. അമ്മേ ഒരു താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഇവര് എന്ന് പറഞ്ഞ 30 വയസ്സുള്ള മകനുണ്ട്. അപ്പൊ ഈ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഉണ്ടാവും? 30 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് എപ്പോഴോ ഒരു ധ്യാനം കൂടിയിട്ടുണ്ടെന്ന്.
സംസാരിച്ച് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മകനെ പൊന്നുപോലെ അമ്മ വളർത്തുന്നുണ്ട്, കൊടുക്കേണ്ടതൊന്നും കൊടുക്കുന്നില്ല. അവൻ പാവാണെന്നും പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല മിടുക്കനായ മകനാണ്. പക്ഷേ അവൻ്റെ വളർച്ചയിൽ ഇച്ചിരി ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഞാൻ ആ അമ്മയുടെ മുഖം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ ചോദ്യം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക്? കല്യാണം കഴിഞ്ഞ പെണ്ണ് സങ്കടവും ഭാരവുമായിട്ടെത്തി. ഈ പെണ്ണ് പറഞ്ഞു, അച്ഛാ ഞാൻ കല്യാണം കഴിച്ച മകൻ, കല്യാണം കഴിച്ച ചെറുക്കൻ. ഞാൻ പറഞ്ഞു, നല്ലതല്ലേ വിവാഹ ജീവിതം, കുടുംബജീവിതം, ശരിയാ. പക്ഷെ അച്ഛാ ഞാൻ താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലാണ്. ഞാൻ പറഞ്ഞു, അതെ എനിക്കറിയാം, സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്. അച്ഛാ പുറത്ത് പറയാൻ പറ്റത്തില്ല, അമ്മയുടെ കൂടെയാ രാത്രി മകൻ കിടക്കുന്നത്. അമ്മയുടെ കൂടെയാണ് ഇത്രയും നാളും കിടന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ അമ്മയുടെ കൂട്ടത്തിൽ അമ്മയുടെ കട്ടിലേ കിടക്കുള്ളൂ. ഈ പെണ്ണ് എന്നോട് ചോദിക്കും, അച്ഛാ ഞാൻ എന്തിനാ കല്യാണം കഴിച്ചത്? അമ്മ പറയുന്ന വരയ്ക്കപ്പുറത്തേക്ക് മകൻ ചാടത്തില്ല. അമ്മ ചെറുക്കനാ, അവൻ ഇങ്ങനെ അമ്മ തീരുമാനിക്കും. എന്ത്? കല്യാണം കഴിച്ച പെണ്ണിനോട് സംസാരിക്കണമെങ്കിൽ അമ്മ തീരുമാനിക്കണം. രാത്രി കിടക്കുന്നത് അമ്മയുടെ കട്ടിലാണ്. അപ്പൊ ഇത് ഈ പെണ്ണ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, അത് എനിക്ക് ഉറക്കം കിട്ടണമെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടന്നെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. ചെറുപ്പകാലം മുതൽ ഞാൻ അങ്ങനെയാ വളർന്നത്. കാര്യമൊക്കെ ശരിയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. അയ്യോ അങ്ങനെയുള്ള ചെറുക്കന്മാരുണ്ടോ? ഉണ്ടെന്ന്. ഒന്നൊന്നും അല്ല, ഇഷ്ടം പോലെ കേസുകളുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കുന്നു, എന്ത് ജീവിതം കൊടുക്കുന്നു, നിങ്ങൾ എന്താണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ചാണക്യ ടിപ്പുണ്ട്, ചാണക്യ സൂത്രം എന്നൊക്കെ പറയും. വളർച്ചയിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട വളരെ കുഞ്ഞു കാര്യം. അതായത് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ. 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തോ. അവരെ പൊന്നുപോലെ നോക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിച്ച് കേൾക്കണം. അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകളെ പഠിപ്പിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകളെ പഠിപ്പിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം. അവർ താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം. അച്ചടക്കം പഠിപ്പിക്കണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത്. 15 വയസ്സ് മുതൽ മുകളിലോട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ, സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്നാന്നറിയോ? 25 വയസ്സാകുമ്പോഴാണ് നമ്മൾ 5 വയസ്സിൽ കൊടുക്കേണ്ട ട്രെയിനിങ് തുടങ്ങുന്നത്. എടാ ബെഡ്ഷീറ്റ് മടക്കി വെക്കടാ. എത്രയാ വയസ്സ്? 25. എടാ പാത്രം കഴുകി വെക്കടാ. വയസ്സെത്രയായി? 30. +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയ പെണ്ണാണ്. കഷ്ടപ്പെട്ടാണ് ഒരു നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചത്. കുറെ അച്ഛന്മാര് സിസ്റ്റേഴ്സും കയ്യും കാലും പിടിച്ചിട്ടാണ് ഒരു അഡ്മിഷൻ കിട്ടിയത്. മാർക്ക് കുറവായിരുന്നു. കുറെ ഡൊണേഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അവിടുത്തെ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു. സിസ്റ്റേഴ്സിന്റെ സ്ഥലമാണ്. ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു. ഒരൊറ്റ രാത്രിയിൽ അന്ന് ആ പെൺകുട്ടി താമസിച്ചത്. രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവള് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോണം. ഈ സിസ്റ്റർ രാത്രി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന വീട്ടിലെ ഇന്ന സ്ഥലത്തൊരു കുട്ടിയാണ്, എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞു വിടാൻ പറ്റും? ഒത്തിരി ദൂരത്തു നിന്നാണ്. സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പെൺകുട്ടി ഇന്നു വരെ ഒറ്റയ്ക്ക് കടന്നിട്ടില്ല. ഈ പെൺകുട്ടിക്ക് ഒരു പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാ, തുണി മടക്കി വെക്കാൻ അറിഞ്ഞുകൂടാ, ഒരു കാര്യവും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് നോക്കിക്കേ, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ, കൊടുക്കേണ്ട അളവിൽ കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല. നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ പേരന്റിങ് എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണെങ്കിൽ അത് ഓരോ പ്രായത്തിനും പ്രായത്തിൻ്റെതായ രീതികളിൽ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ പലപ്പോഴും ഭാരമായി മാറുന്നത്. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല തുറന്നു തരികയാണ്. എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കൊച്ചു പുസ്തകമാണ്
തോബിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം. തോബിത്തിന്റെ പുസ്തകം 14 അധ്യായങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഈ 14 അധ്യായങ്ങളുള്ള ഈ ചെറിയ പുസ്തകത്തിൽ തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ തോബിയാസ് എന്ന് പറയുന്ന മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട 10 കൽപ്പനകളാണ് ഈ തോബിയാസിന് തോബിത്ത് കൊടുക്കുന്ന നിർദ്ദേശം. ഈ തോബിത്ത് എന്ന് പറയുന്ന അപ്പനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ്? ദാനധർമ്മം ചെയ്യുകയും മറ്റുള്ളവർക്ക് പരോപകാര പ്രവൃത്തി ചെയ്യുകയും ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും അങ്ങേയറ്റം അടിയുറച്ച് വളരുകയും ചെയ്യുന്ന തോബിത്ത് മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ. ബൈബിളുള്ളവർ തുറക്കണം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. 10 കൽപ്പനകളാണ്. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കണം. 1-ാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുന്നത് ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 3 and 4. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനം. 10 കൽപ്പനകൾ തോബിത്ത് നൽകുന്നു. 1-ാമത്തെ കൽപ്പന വായിക്കാം. അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. അതെ, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. അതെ, അടുത്ത വചനം കൂടെ വായിച്ചോ. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പൻ, തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശം എവിടെ വെച്ചാന്നറിയോ? മരണക്കിടക്കയിൽ വെച്ച് അവസാനമായിട്ട് മകനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ. തൻ്റെ അന്ത്യ അഭിലാഷം പോലെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മകനെ, 1-ാമത്തെ കൽപ്പന എന്നാന്നറിയോ? നിന്റെ അമ്മയെ നീ മറക്കരുത്, നിന്റെ അമ്മയെ നീ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൽപ്പന പോലെ തോബിത്ത് പറയുകയാണ്, നിന്റെ അമ്മയെ നീ മറക്കരുത്, അമ്മയെ നീ മറക്കരുത്, അമ്മയെ വേദനിപ്പിക്കരുത്. 1-ാമത്തെ കൽപ്പന അതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അമ്മയെ വേദനിപ്പിക്കരുത്, അമ്മയെ മറക്കരുത്. പറഞ്ഞു കൊടുത്തേ. അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും, പ്രായമുള്ളവരാണല്ലോ ഇത് കേൾക്കുന്നത്. സാരയില്ല, പക്ഷെ ഇത് പഠിക്കണം. നമ്മൾ പഠിക്കുകയാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ആരെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയ ചില കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എടാ മകനെ, മകളെ, ദേ തോബിത്തിന്റെ പുസ്തകം എടുത്ത് വായിക്കടാ എന്ന് പറഞ്ഞ് മകനെ പഠിപ്പിക്കണം, മകളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദേ വചനം പറയുന്നു, മരണക്കിടക്കയിൽ കിടക്കുന്ന അപ്പൻ. നമ്മുടെ വീട്ടിലും പലരും മരണക്കിടക്കയിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ട് എന്താ പറയണം മരണക്കിടക്കയിൽ കിടന്നോണ്ട്? ചിലരൊക്കെ വീടുകളിലെ മരണക്കിടക്കയിൽ കിടന്നോണ്ട് ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലേ? കഴിഞ്ഞ നാളിൽ ഞാൻ ഇന്നാൾ ഒരാളിൽ നിന്ന് കേട്ടതാണ്, ചത്താലും ഞാൻ ക്ഷമിക്കുകേല. മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഡയലോഗാണ്. അയൽവാസിയുമായിട്ടുള്ള വഴക്ക് തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഇയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിട്ടൊരു പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങോട്ട് തീർക്കാം. മക്കളുടെ ആഗ്രഹമാണ് അപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിടിപ്പിക്കണം. അതിനൊരു വൈദികൻ എന്ന നിലയിൽ എന്നെയും കൂടെ പിടിച്ചു നിർത്തിയിരിക്കുക. ചാകാൻ കിടക്കുമ്പോഴേ അപ്പം പറയും, ഇല്ലല്ലോ ചത്താലും ഞാൻ ക്ഷമിക്കുകേല. ഇതാണോ പറയേണ്ടത്? നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിന്റെ മാതാപിതാക്കളെ നീ മറക്കരുത്, അമ്മയെ നീ മറക്കരുതെന്ന് അപ്പം പറയുന്നത് പോലെ തന്നെ അമ്മ മകനോടോ മകളോടോ പഠിപ്പിക്കേണ്ടത് എന്താ? അപ്പനെ നീ മറക്കരുത്, അപ്പനെ നീ വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, അവരെ നീ പൊന്നുപോലെ കാക്കണം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാലം അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുവാണേ. ഈ വളർച്ചയുടെ പാതയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? മക്കളൊക്കെ വളർന്നു. അവരൊക്കെ എവിടെയുണ്ട്? നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെയുണ്ട്? വീട്ടിലുണ്ടോ? ഇല്ലെന്ന്. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും UK-യിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. നല്ല കാര്യം, മക്കൾ വളരട്ടെ, നല്ല കാര്യം. അപ്പൊ ചോദ്യം, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താ നിങ്ങളുടെ അവസ്ഥ? കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ മകൻ ന്യൂസിലൻഡിലുണ്ട്, അവൻ്റെ ഫോൺ നമ്പർ ഇതാ, അച്ഛനൊന്ന് അവനോട് സംസാരിക്കുവോ? ഞാൻ ചോദിച്ചു, എന്തിനാ ഞാൻ സംസാരിക്കണ്ടേ? അച്ഛാ അവൻ വിളിച്ചിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു.
അവനാണ് വല്ലപ്പോഴും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത്, എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറ്റിയേ? അച്ഛാ, അവൻ കല്യാണത്തിന് ശേഷം അവന്റെ സ്വഭാവത്തിലൊരു മാറ്റം. അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറയുന്നത് മാത്രമേ അവൻ കേൾക്കുള്ളൂ അച്ഛാ. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഔട്ടായി. അവള് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അവൾ അവനോട് പറയുന്ന അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛാ, എൻ്റെ മകനെ അച്ഛനൊന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിക്ക്, ഞങ്ങളെക്കുറിച്ചൊന്ന് ശ്രദ്ധയുണ്ടാവട്ടെ. എൻ്റെ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശമാണ് ഏത്? ജീവിതം. അതായത് മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ വേദനിപ്പിക്കരുത്, അവരെ കണ്ണുനീര് കുടിപ്പിക്കരുത് എന്നുള്ള ഉപദേശം. വലതുകരമുയർത്തൊച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ ഉപദേശം തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 5-ാം തിരുവചനം. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 5. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. കണ്ടോ ശ്രദ്ധിച്ചേ. നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തെക്കുറിച്ചൊരു ചിന്ത നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കൽപ്പനയാണ്. നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവകാര്യങ്ങളോടൊരു ശ്രദ്ധ നിനക്കുണ്ടായിരിക്കണം. മക്കൾ എവിടെ പോയി കഴിഞ്ഞാലും അവരോട് പറയണം, മക്കളെ, നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട്, ജർമ്മനിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നല്ല കാര്യം. മക്കളെ നിങ്ങൾ ഫോൺ ചെയ്യാറുണ്ടല്ലോ. എടാ മകനെ, നിനക്ക് പാർട്ട് ടൈം ജോലി ഇന്ന് കിട്ടിയോ, നാളെ കിട്ടിയോ, മിനിഞ്ഞാന്ന് കിട്ടിയോ ചോദിക്കുമല്ലോ. എടാ നീ ഉറങ്ങിയോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമല്ലോ, നല്ല കാര്യം. നിങ്ങൾ ചോദിക്കാറുണ്ടോ, മകനെ, എടാ നീ ഇന്ന് കുരിശ് വരച്ചോടാ, എടാ നീ ഇന്ന് കൊന്ത ചൊല്ലിയോടാ, എടാ അടുത്തുള്ള പള്ളി നീ കണ്ടുപിടിച്ച് പള്ളി പോയോടാ, എടാ ദീപബലിയിൽ പങ്കെടുത്തോടാ, അവിടെ ഏതെങ്കിലും പ്രയർ ഗ്രൂപ്പ് ഉണ്ടോടാ, ചോദിക്കണം. അപ്പൊ മക്കൾ എന്തു പറയും? അയ്യോ മമ്മി, എൻ്റെ ഡാഡി, ഇവിടെ എങ്ങും അങ്ങനെയൊന്നും ഇല്ല. പൊട്ടത്തരം. കാരണം എന്താ? ഇന്ന് മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ചന്ദ്രനിൽ പോലും മലയാളികൾ എത്തിയിട്ടുണ്ടെന്നാണ് ആരൊക്കെയോ പറയണ കേട്ടത്. ഇങ്ങോട്ട് നോക്കിക്കേ, എവിടെ പോയാലും മലയാളികൾ അവരുടേതായ ഒരു പ്രയർ ഗ്രൂപ്പും ഒരു പള്ളിയും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട്. ദേവാലയങ്ങളിൽ അവരില്ലാത്തത് കൊണ്ട് ആരാ ഇപ്പോൾ ഉള്ളത്? മലയാളികളാണ് ഉള്ളത്. അവർക്ക് അവിടെ പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രയർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ മക്കളോട് പറയണം, മക്കളെ എടാ കണ്ടുപിടിക്കടാ, അവിടെ അടുത്തുണ്ടെന്ന്. അവിടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പള്ളിയുണ്ട്, കുർബാനയുണ്ട്. എടാ നീ ഒന്ന് വിചാരിച്ചൊന്ന് കണ്ടുപിടിച്ചേ, അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചേ. നമ്മുടെ മക്കൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരടുത്തുള്ള എല്ലാ പിക്നിക് സ്പോട്ടുകളും കണ്ടുപിടിക്കും. അങ്ങനെയല്ലേ? ഈ അവധിക്കാലത്ത് വിദേശത്തു നിന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിനപ്പുറത്ത് വെള്ളച്ചാട്ടം ഉണ്ട്, ഇപ്പുറത്തൊരു ചായക്കട ഉണ്ടെന്നൊക്കെ എങ്ങനെയാ നമ്മൾ പോലും അറിയാത്തത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടല്ല അവർ വരുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എല്ലാം കണ്ടിട്ടാണ് വരുന്നത്, അല്ലേ? അച്ഛൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മീൻ വിൽക്കുന്നൊരു കടയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഈ കടയോ? ഏത് കട? ആ കട പണ്ടേ ഉണ്ടല്ലോ അച്ഛാ, അത് ഫേമസ് ആണ്. അത് ശരി, ആണോ? എങ്ങനെ ഫേമസ് ആയി? ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയി. അത് അവൻ അമേരിക്കയിൽ ഇരുന്ന് കണ്ടുപിടിച്ചു. എൻ്റെ വീടിനപ്പുറത്തുള്ള ചായക്കടയും എൻ്റെ അപ്പുറത്തുള്ള മീൻ കടയും ഒക്കെ ഇന്ന് നാട്ടുകാർക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാം. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലൊരു ശ്രദ്ധ വേണ്ടേ? പള്ളി എവിടെയുണ്ട്, കുർബാന എവിടെയുണ്ട്, അച്ഛൻ എവിടെയുണ്ട്, കുമ്പസാരം എവിടെ കിട്ടും, പ്രയർ ഗ്രൂപ്പ് എവിടെയുണ്ടെന്നൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളോടുള്ളൊരു വിശ്വസ്തതയുണ്ടായിരിക്കണം. വലതുകര ഉയർത്തിപ്പിടിച്ച് രണ്ടാമത്തെ കൽപ്പനയാണ്. ഈ കൽപ്പന ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ കൽപ്പന, തോബിയാസിന് കൊടുത്ത മൂന്നാമത്തെ കൽപ്പന, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 8, 9, 10 ഒന്ന് വായിച്ചു കേൾക്കാം. തോബിത്തിന്റെ പുസ്തകം, ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 8, 9 and 10. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ
അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത വചനം കേട്ടോളൂ. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. എന്ത്? ദാനധർമ്മം. എന്താണ് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്ത് ചെയ്യാനുള്ള മനസ്സ്? കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അത് പണം മാത്രമല്ല. പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും പള്ളിയിലൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ പലരുടെ നെറ്റി ചൊളിഞ്ഞ് ചിന്തിക്കുന്നത് സ്തോത്രക്കാഴ്ചയെ കുറിച്ചാണ്. അതല്ല പറയണത്. ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കും കൊടുക്കാനുള്ള മനസ്സ്, നിങ്ങൾക്കുള്ള സമയം. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിന്റെ ദശാംശം ദൈവകാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. നിങ്ങൾക്കുള്ള കഴിവുകൾ, പലതരം കഴിവുകളുണ്ട്. ആ കഴിവുകൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾക്കുള്ള സമ്പത്ത് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, അതല്ല വേണ്ടത്. കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. മലയാളത്തിൽ പറയും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതെന്താ അങ്ങനത്തെ പ്രത്യേകത? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എനിക്ക് കുറെ നാളായിട്ടൊരു സംശയമായിരുന്നു, ഇതെന്താണ് ദൈവമേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും? കൊല്ലത്ത് എന്താണാവോ ഇത്ര പ്രത്യേകത? അങ്ങനെ ഇരിക്കുകയാണ്, കൊല്ലത്ത് പോർട്ട് കൊല്ലം എന്ന് പറയുന്ന തീരദേശ കൺവെൻഷന് ചെന്നു. എൻ്റെ ഉള്ളിലെ ചോദ്യമുണ്ട്. ഏതാ ചോദ്യം? കൊടുത്താൽ കൊല്ലത്തും കിട്ടും, ഇതെന്താ ഇവിടുത്തെ പ്രത്യേകത? അപ്പൊ കൺവെൻഷന് ചെന്ന് നമ്മുടെ വോട്ടാശ്രമത്തിൽ ടീം മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ചെന്നു. ഞങ്ങളൊരു 5-6 പേരുണ്ട്, അവിടെ പള്ളിയിൽ താമസിക്കുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ 5 ദിവസത്തെ കൺവെൻഷന് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഒരു വീട്ടുകാരാണ്. അപ്പൊ ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ 5 നേരം ഈ 5 ദിവസവും ഒരു വീട്ടുകാര് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവർക്ക് വലിയൊരു ഭാരമായിരിക്കും. വേണമെങ്കിൽ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാ ഒരു കുടുംബത്തെ ഭാരപ്പെടുത്തുന്നത്? ഉടനെ വികാരിച്ചൻ പറഞ്ഞു, അയ്യോ അവർക്കത് ഭാരമല്ല എന്ന് മാത്രമല്ല, അവർ വിട്ടുകൊടുക്കുകയല്ല, അത് അവർ കൊടുക്കുമെന്നാ പറയണേ. അപ്പൊ ഇത് 1-ാം ദിവസം പറഞ്ഞു. അപ്പൊ ഇതാരാണ് ഈ കൊടുക്കുന്നതെന്നറിയാൻ എനിക്കൊരു വലിയ ആകാംക്ഷ. 2-ാം ദിവസമായി 3-ാം ദിവസമായപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ ഭക്ഷണം തരുന്നവരെ ഒന്ന് കണ്ടാ കൊള്ളാം, എനിക്ക് അവരുടെ ഒന്ന് വീട് വരെ ഒന്ന് പോയി ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ചിന്ത. കാരണം ഒരു 3-4 ദിവസം നമുക്ക് ഭക്ഷണം തരുന്നവരല്ലേ, അവരുടെ വീടൊന്ന് കാണണം. അതച്ഛ ഇവിടെ അടുത്ത് തന്നെയാ. അച്ഛൻ വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ 1-2 ശുശ്രൂഷകരും കൂടെ കടൽ തീരത്താണേ. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് കാണുന്നത് എല്ലാം പാവപ്പെട്ട കുടിലുകളാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ഇവിടുന്ന് എവിടെയാണാവോ ദൈവമേ ഈ ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണ്ടേ ഇത്രയും പേർക്ക് ഇത്രയും നേരം? ഇതാരാ? ഞാൻ പറഞ്ഞ വികാരിയച്ഛൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കൊച്ചു കുടില്, ഒരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തൊട്ടടുത്തുള്ള ഒരു 3-4 ചേച്ചിമാരൊക്കെ ഇവിടുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഒരു പാവപ്പെട്ട കുടുംബം, മുക്കുവര. അപ്പൊ ചെന്ന ഉടനെ ഇവർക്ക് വലിയ സന്തോഷമായി. ഈ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു, അച്ഛാ, ഒത്തിരി സന്തോഷം ഈ വീട്ടിൽ വന്നതിന്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അല്ല, എൻ്റെ ഒരു സംശയം, നിങ്ങൾക്ക് എന്താണാവോ ഇങ്ങനെ ഈ അച്ഛന്മാർക്കോ ശുശ്രൂഷകർക്കോ ഭക്ഷണം കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇതൊരു വല്ലാത്ത കടുംപിടുത്താണ്. കാരണം 5 ദിവസവും വേറെ ആർക്കെങ്കിലും കൊണ്ട് കുടിപ്പിച്ചാൽ പോരെ, നിങ്ങൾക്കില്ലല്ലോ. അല്ല അച്ഛാ, അങ്ങനെ പറയല്ല അച്ഛാ, ഞങ്ങൾ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അച്ഛാ ഞങ്ങൾ ചെയ്യും അച്ഛാ, അത് കർത്താവ് തന്നോളൂ. എന്തൊരു വിശ്വാസം എന്നറിയോ? സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് മക്കളില്ലാതിരുന്നൊരു കുടുംബമാണ്. നാളുകളായിട്ട് സങ്കടത്തിലായിരുന്നു ഈ ഭാര്യയും ഭർത്താവും. ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ധ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ സംഘം അവിടെ വന്നത്, ഒരു കൺവെൻഷന്. അപ്പൊ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇവര് പറഞ്ഞു, നമുക്ക് ഏതായാലും മക്കളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഈ ശുശ്രൂഷകർക്ക് കൊടുക്കാം. അങ്ങനെ ഇവർ ഈ ശുശ്രൂഷകർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ശുശ്രൂഷകർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം തന്ന വീട്ടിലൊന്ന് പോകണം. ഞാൻ ചെന്നതുപോലെ തന്നെ അവരാ വീട്ടിൽ ചെന്നു. അവരാ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ അവസ്ഥ സങ്കടത്തിന്റെ അങ്ങേയറ്റം. കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, സാമ്പത്തിക ഞെരുക്കം, എല്ലാ ഞെരുക്കവും ഉണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ആ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചു.
എന്നിട്ട് അവരൊരു വലിയ ബ്ലെസ്സിങ് നടത്തിയിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് തരും. ഈ അപ്പനും അമ്മയും കൂടെ എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാം, അച്ഛൻ വിശ്വസിക്കുന്ന അറിഞ്ഞുകൂടാ, പിറ്റേ വർഷം എൻ്റെ ഭാര്യ ഗർഭവതിയായെന്ന് മാത്രമല്ല അച്ഛാ, എൻ്റെ ഭാര്യ ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനുശേഷം 1 കുഞ്ഞിനെയും കൂടെ തന്നു. 3 കുഞ്ഞുങ്ങളുണ്ട് അച്ഛാ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുക, വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അച്ഛാ, ഈ വീട്ടിലുണ്ടല്ലോ കർത്താവ് തന്ന സമ്പത്താണത്, 3 കുഞ്ഞുങ്ങൾ. അച്ഛൻ ഞങ്ങൾ ഒരു കാര്യം തീരുമാനം എടുത്തു, ആ ശുശ്രൂഷയോട് ചേർന്ന്. എന്താണെന്നറിയാവോ, ഇവിടെ ആരെല്ലാം ധ്യാനിപ്പിക്കാൻ വന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് സഹായിക്കും. ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ, എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ അച്ഛാ, ഞങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കും. അച്ഛാ, നോ എന്ന് പറയരുത്, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലാവണുണ്ടോ ആവോ? കൊടുക്കാനുള്ള മനസ്സുണ്ടോ, ദൈവം തന്നിരിക്കും. അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ച എന്താണ്? 10-ാം തിരുവചനം പറയുന്നത് എന്തെന്നാൽ, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കും. അയ്യോ, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കും, മരണത്തിൽ നിന്ന് രക്ഷിക്കും. ദാനധർമ്മം കൊടുക്കാനായിട്ട് നീ ഒരു മനസ്സ് കാണിച്ചാൽ നിന്നെ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കും, മരണ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് വചനം പറയുന്നത്, അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന്, അപകടത്തിൽ പെടുന്നതിൽ നിന്ന്, നിരാശയ്ക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. എന്ത്? ദാനധർമ്മം. കൊടുക്കാനൊരു മനസ്സുണ്ടാവണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കൊടുക്കാനൊരു മനസ്സുണ്ടാവണം. ഇതെല്ലാം കൂടെ ഈ പിടിച്ചു കെട്ടി അവസാനം എന്തു പറ്റും? പല കുടുംബങ്ങളിലും കണ്ടിട്ടില്ലേ, അപ്പൻ പിശുക്കൻ ഇതെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? മകൻ വളരുന്നു, ഒറ്റ വർഷം കൊണ്ട് പിടിച്ചു കെട്ടിയതെല്ലാം ദൂർത്തനായ മകൻ തീർന്നു. ഈ അപ്പൻ ഇത്രയും നാളും പിടിച്ചു വെച്ച എന്തിനായിരുന്നു? ഉള്ള കാര്യം ശ്രദ്ധിച്ചോ, പഠിച്ചോളൂ. ജീവിതത്തില് ദൈവം തരുമ്പോൾ നാളെ എന്താകുന്നല്ല, കിട്ടിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. കൊടുക്കും തോറും ദൈവം തരും. എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയാൽ അങ്ങനെ ഒരു ദിവസമില്ല. ചിലരങ്ങനെയല്ല ചിന്തിക്കുന്നത്, തികഞ്ഞിട്ട് കൊടുക്കാം, എനിക്ക് തികയട്ടെ എന്ന്. തികയും? ജീവിതകാലത്ത് തികയുമോ? ഒരിക്കലും തികയാലാത്ത ആർത്തിയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ. പിന്നെ എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 4-ാമത്തെ കൽപ്പന, മകന് കൊടുത്ത 4-ാമത്തെ കൽപ്പന, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം. 12-ാം തിരുവചനം വായിച്ചേ. 12-ാം തിരുവചനം, ചാപ്റ്റർ 4 വേഴ്സ് 12. എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാര്യം വ്യക്തമാണല്ലോ, അധികം വിവരണം വേണ്ടല്ലോ. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വിശ്വാസം നശിപ്പിക്കുന്ന ബന്ധങ്ങൾ തേടിപ്പോയേക്കരുത്. പ്രത്യേകിച്ചൊക്കെ മക്കളൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, വീട്ടിലിരിക്കുന്ന അവസ്ഥയല്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവരുടെ ലോകം വിശാലമായി, അവർ പലതും കാണാൻ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ പുതിയ ന്യായവാദങ്ങളൊക്കെ ആയിട്ട് വരും. നല്ല മനുഷ്യനായ പോരെ, ക്രിസ്ത്യാനി ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ? വരുമെന്ന് ചേട്ടാ, വരും, മകൻ വരും. നല്ല പെൺകുട്ടിയായാൽ പോരെ, നല്ല സ്വഭാവമായാൽ പോരെ, ഈശോയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെയും വരും അവർ. അടുത്ത ആലോചനകൾ എന്താണ്? ഞാൻ സന്തോഷമായിട്ടിരിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ സന്തോഷം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇത് അംഗീകരിക്കൂ. വരും, ഇഷ്ടം പോലെ ന്യായവാദങ്ങളൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് അവർ കാണിക്കുന്ന ബഹളങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒന്നും അല്ല. ഒരു 1-2 വർഷം കഴിയുമ്പോഴെന്ന് ബുദ്ധിയും ബോധമുള്ള നമുക്കറിയാം, പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്.
വിശ്വാസപരമായ കാര്യങ്ങളെ ചതിച്ചുകൊണ്ട് ഒരു ബന്ധങ്ങളിൽ പോകുന്നത് നല്ലതല്ലെന്ന് ഞാനല്ല പറയണത്, വചനം പഠിപ്പിക്കുന്നു. വചനം നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ, വിവാഹം, മുമ്പോട്ടുള്ള ജീവിത വഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് കൽപ്പന തോബിത്ത് മകന് കൊടുക്കുന്നത്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗം, 5-ാം തിരുവചനത്തിന്റെ പാർട്ട് ബി. വചനം എന്താ പഠിപ്പിക്കുന്നത്? ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ, അനീതി പ്രവർത്തിക്കരുത്, അനീതി പ്രവർത്തിക്കരുത്. എന്നിട്ട് അടുത്ത വചനം കൂടെ ചേർത്ത് വെച്ചോളൂ. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ ദാനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു, നീ നീതിയോടെ ജീവിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവും. ആരെയും ചതിക്കരുത്. മക്കളോട് പറയണം, എടാ മകനെ, എടാ മകളെ, ആരെയും ചതിക്കരുത്. പ്രത്യേകിച്ച് ചതിയുടെയൊക്കെ കാലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പലതരത്തിലാണ് ചതികൾ. ചതിക്കുന്ന സ്വഭാവങ്ങളിൽ നിങ്ങൾ കൂട്ടുചേരരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, നല്ല സ്വഭാവ രീതികൾ ഉണ്ടായിരിക്കണം, ചതിക്കരുത്. ഹല്ലേലൂയ. 6-ാമതായിട്ട് വചനം പഠിപ്പിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. 6-ാമത്തെ കൽപ്പന എന്താണെന്നറിയാവോ? ഒന്ന് വായിച്ചേ. അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ സഹോദരന്മാരെ നീ സ്നേഹിക്കണം. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. കണ്ടോ, ശ്രദ്ധിച്ചേ. വചനം എന്താ പഠിപ്പിക്കണമെന്നറിയാവോ? നമ്മുടെ ബന്ധുക്കളെ നിന്ദിക്കരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, ചാർച്ചക്കാരെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. ഇത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അതിനാദ്യം മാതാപിതാക്കൾ ഇത് കാണിച്ചു കൊടുക്കണം. ബന്ധുക്കളെ അകറ്റി നിർത്താനല്ല, ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, സഹോദരങ്ങൾ ഉണ്ടെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ചേർത്ത് പിടിച്ചു കൊടുക്കണം, അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പ് അത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെന്ന് ആ മക്കളെ പഠിപ്പിക്കണം. ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോവണം, അവരോടൊരു സ്നേഹബന്ധമുണ്ടാവണം. എപ്പോഴും ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ ഒരു അഭിഷേകം നിറഞ്ഞു നിൽക്കണം. അത് 6-ാമത്. 7-ാമത്തെ കൽപ്പന തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. ഇപ്പൊ വായിച്ചതിന്റെ തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. അലസത പറഞ്ഞേ, എന്താണ് അലസത? മടി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും മക്കളിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് അലസത. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവരങ്ങനെ ജീവിക്കുന്നു. +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ഇരുന്ന് കടന്നുറങ്ങുന്നു. അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പനും അമ്മയും ഭക്ഷണം കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും കുത്തുന്നു, കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഭാവി ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥ. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്നൊന്നും അല്ല പറയണത്. ചില കുടുംബങ്ങളിൽ ചില മക്കൾക്ക് ഈ അലസതയുണ്ട്. ലേസിനെസ്, മടി, അലസത, ഉത്തരവാദിത്തമില്ലായ്മ. അവർക്കൊരു ചിന്തയുണ്ട്, അപ്പനും അമ്മയും നോക്കിക്കോളും. വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. എന്താ പ്രത്യേകത? 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പൊക്കോണം. ഇനി നിന്റെ പാട് നീ നോക്കിക്കോണം. അവൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു, അവന്റെ ജീവിതം അവൻ മാറ്റുന്നു. അങ്ങനെയാണ് ഈ ഗേൾ ഫ്രണ്ടിനെ, ബോയ് ഫ്രണ്ടിനെ ഒക്കെ അവർ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ആ കൾച്ചർ വരുന്നത് അവിടുന്ന്. എങ്ങനെയാ? വീട്ടിൽ നിന്ന് പുറത്താ. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മക്കൾ വീട്ടിൽ നിന്ന് പുറത്ത്. പിന്നെ അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർ സ്വന്തം കാലം നിൽക്കണം. ഇവിടെ എങ്ങനെയാ? 30 വയസ്സ് കഴിഞ്ഞ മകനെയും കൊണ്ട് അമ്മ വന്നിരിക്കുക. പാവാണ് അച്ഛാ, പൊന്നുമോൻ പാവാണ്. അടുത്ത മകൻ കടന്നുറങ്ങുന്ന അമ്മയുടെ കൂട്ടത്തിൽ. എങ്ങനെയുണ്ട്? 30 വയസ്സായി. 18 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ ഒരു കൾച്ചറിന്റെ ഭാഗം നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം. മടി, അലസത. ചില രാജ്യങ്ങളിലൊക്കെ ഈ മടി, അലസത മാറാനാണ് ഒരു മിലിറ്ററി ട്രെയിനിങ് കൊടുക്കും. ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പെൺകുട്ടിയും ആൺകുട്ടിയും
അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് അവരൊരു മിലിറ്ററി ട്രെയിനിങ്ങിന് പോകും. ഒരു പീരീഡ് ഓഫ് ടൈം മിലിറ്ററി ട്രെയിനിങ്, പട്ടാളച്ചിട്ട. അതിന്റെ മെച്ചം എന്താണെന്നറിയാവോ? അവരുടെ ഒരു നല്ല പ്രായത്തിൽ അവർ പട്ടാളച്ചിട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. അത് നിർബന്ധമാണ്. ആ രാജ്യത്തിന്റെ നിയമം പോലെ ഇരിക്കുന്നതാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇതൊന്നും ബാധകമല്ല. പല സ്ഥലങ്ങളിലും എപ്പോൾ എഴുന്നേറ്റാലും കുഴപ്പമില്ല, പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല, എന്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല. സമ്മതിക്കരുത്. കുടുംബത്തിലൊരു അച്ചടക്കം വേണം. മടി, അലസത സമ്മതിക്കരുത്. സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഇതൊക്കെ ആരോടാ പറയണാവോ? ഫുൾ മടിയുള്ള ആളുകളോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണോ? അല്ലല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ നല്ല മിടുക്കരല്ലേ. തോബിത്ത് പറയുവാണ്. ആര് പറയുന്നു? തോബിത്ത് പറയുന്നു. തോബിയാസിനോട് പറയുന്നു, എൻ്റെ മകനെ, അലസത പാടില്ലടാ, മടി പാടില്ല, നിനക്ക് ദാരിദ്ര്യം വരുത്തും, സങ്കടം വരുത്തും. അടുത്തത് വായിച്ചേ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം, 8-ാമത്തെ കൽപ്പന. പെട്ടെന്ന് വായിച്ചോ. 4-ാമത്തെ അധ്യായം 14-ാം തിരുവചനം. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. യെസ്, അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. പിടികിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. ഒന്ന് വായിച്ചേ. അടുത്ത വചനം കൂടെ വായിച്ചേ. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷ ചെയ്താൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ. നിങ്ങളൊക്കെ താമസിക്കുന്ന ദേശത്ത് ഇടവക കാര്യങ്ങൾ, പള്ളി കാര്യങ്ങൾ. ചിലർ ചിന്തിക്കും, ഈ പള്ളിയിൽ പോയി ഞാൻ ഈ ട്രസ്റ്റി ആയാൽ, ഈ പള്ളിയിലെ കാര്യങ്ങൾക്ക് സഹായിച്ചാൽ എനിക്ക് എന്ത് മെച്ചം? നിനക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ദൈവ കാര്യങ്ങളോട് വിശ്വസ്തത. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന അനേക സഹോദരങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവരൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിന്റെ മെച്ചം എന്താ? ഈ ശുശ്രൂഷ വഴി വലിയ ദൈവാനുഗ്രഹം കിട്ടും. ചിലർ ചിന്തിക്കും, എനിക്കെന്ത് നേട്ടം? ദൈവ ശുശ്രൂഷ ചെയ്യാൻ നീ മടി കാണിക്കരുത്. ദൈവവേല ചെയ്യാനായിട്ടൊരു ഉത്സാഹം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കണം. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മക്കളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. പള്ളിക്കാര്യങ്ങൾ, പള്ളിയിലെ സംഘടനകൾ, ദേവാലയ കാര്യങ്ങളോടുള്ള ഒരു ബന്ധം, അതിനെത്ര സമയം മാറ്റിവെച്ചാലും അതിന് ഉത്സാഹമുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ചിലര് പറയും, പള്ളിയിൽ പോയ സമയം പോകും, ഞാൻ ഇന്ന കാര്യത്തിന് പോയ സമയം പോകും. ആയിക്കോട്ടെ, സമയം ദൈവകാര്യങ്ങൾക്കല്ല കൊടുക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ഉണ്ടാകും. 9-ാമതായിട്ട് വചനം പഠിപ്പിക്കുന്ന അടുത്ത കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പഠിച്ചേ. 9-ാമത്തെ കാര്യം, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം തിരുവചനം, 9-ാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുവാണ്. വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. യെസ്, അതായത് വചനം പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടാൻ മടി കാണിക്കരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നീ ബുദ്ധിയും ബോധമുള്ള ആരോടെങ്കിലും ഒരു ഉപദേശം തേടണം. മുതിർന്നവരോട് നീ ഉപദേശം തേടണം. അല്ല, നിനക്ക് തോന്നുന്ന പോലെ എല്ലാം ചെയ്യരുത്. ഇന്ന് പല മക്കളും എന്താണ്, അവർക്ക് ബുദ്ധിയുണ്ട്, നല്ല കാര്യം, ബുദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല? ബോധമില്ല. ബുദ്ധി വളരെ വലുതാണ്, ബോധമില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ബുദ്ധിയും ബോധം എന്ന് പറയുന്നത് അനുഭവ പരിചയമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം. അപ്പൊ അവർ പറഞ്ഞു തരും. മുതിർന്നവരോട്, പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങളോട് ചേർന്നിരിക്കുന്നവരോടുള്ള അഭിപ്രായം ആരായുന്നതും അവരോടുള്ള സ്നേഹബന്ധവും വളരെ പ്രധാനപ്പെട്ടത്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിലൊക്കെ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ധ്യാന മന്ദിരത്തിലെ കൗൺസിലേഴ്സ് കൗൺസിലിംഗ് നടത്തുന്നു. അവിടെ ചെന്നിരുന്ന് എന്താ ചെയ്യുന്നത്? നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചന ചോദിക്കുവാണ്. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നമുക്കൊരു കൺസൾട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോന്നിയതുപോലെ ചെയ്യരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, തോന്നിയതുപോലെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്.
10-ാമതായിട്ട് 10-ാമത്തെ കൽപ്പന തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം ശ്രദ്ധിച്ചു പഠിച്ചോ. 4-ാം അധ്യായം 21, ചാപ്റ്റർ 4 വേഴ്സ് 21. മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നോ ടെൻഷൻ, ഡോണ്ട് വറി. എന്നിട്ട് എന്താ വചനം പറയണേ? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോബിയാസിനോട് തോബിത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ? നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുന്നുണ്ടോ? കർത്താവ് നിനക്ക് വലിയ സമ്പത്ത് നൽകും. വിശ്വസിക്കണം. ഇതാണ് തോബിയാസിന് തോബിത്ത് കൊടുത്ത 10 കൽപ്പനകൾ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം ഭവനങ്ങളിലൊക്കെ ചെന്ന് ശാന്തമായിട്ടെടുത്ത് വായിക്കണം. ഒരുപക്ഷെ ചില മാതാപിതാക്കൾക്ക് ഇത് വായിക്കുമ്പോൾ സങ്കടം വരും. കാരണം വളർത്തിയ മക്കൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടാവും. വിഷമിക്കേണ്ട. തമ്പുരാന്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ വളരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ട്. അത് ചെയ്യണം. മക്കളെ പഠിപ്പിക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടുള്ള ബന്ധം. അതുണ്ടെങ്കിൽ എന്താ മെച്ചമെന്നറിയോ? ഒരിക്കലും നശിച്ചു പോവില്ല. ഇത് വീട്ടിൽ നിന്ന് കിട്ടണം, കുടുംബത്തിൽ നിന്ന് കിട്ടണം. ഇടവക പള്ളിയിലെ കാറ്റഗിസത്തിൽ നിന്നൊക്കെ പിന്നീട് ആദ്യം കുടുംബത്തിൽ നിന്ന് കിട്ടണം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചാടിയൊന്ന് എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണണേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ നിമിഷം മനസ്സിൽ കാണണം. നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണണം. എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരുപക്ഷെ എത്ര പ്രായമെത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷെ അവരുടെ ജീവിതാവസ്ഥ വളരെ തകർന്ന അവസ്ഥയിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം, റിപ്പയർ ചെയ്യാൻ പറ്റാത്തവണ്ണം തകർന്നു പോയൊരവസ്ഥ നിങ്ങളുടെ മകനോ മകൾക്കുണ്ടായിരിക്കാം. വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളുടെ മക്കളെ പുനരുദ്ധരിക്കും. കർത്താവ് നിങ്ങളുടെ മക്കളെ വീണ്ടും വിശുദ്ധീകരിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. തോബിയാസിനോട് തോബിത്തെന്ന് പറയുന്ന അപ്പം പറഞ്ഞു കൊടുത്തു. 10 കൽപ്പനകൾ. മകനെ, നീ അമ്മയെ മറക്കരുത്. അവളെ ആദരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 2-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം. 3-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, മകനെ, നീ ദാനധർമ്മം ചെയ്യണം. 4-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിലേക്ക് പോയേക്കരുത്. 5-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നീ ആരെയും ചതിക്കരുത്, നീതിനിഷ്ഠമായിട്ട് ജീവിക്കണം. 6-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിക്കുന്നു, നിന്റെ ബന്ധുക്കളെ, സഹോദരങ്ങളെ നീ നിന്ദിക്കരുത്, അവരെ സ്നേഹിക്കണം. 7-ാമത്തെ കൽപ്പനയായിട്ട് ഇതാ തോബിത്ത് പഠിപ്പിക്കുന്നു, അലസത പാടില്ല. 8-ാമത്തെ കൽപ്പനയായിട്ട് വചനം പഠിപ്പിക്കുന്നു, നീ ദൈവ ശുശ്രൂഷ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. 9-ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിക്കുന്നു, മറ്റുള്ളവരിൽ നീ ഉപദേശം തേടണം. 10-ാമത്തെ കൽപ്പന, ദൈവഭക്തിയാണ് നിന്റെ സമ്പത്ത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുപക്ഷെ ജീവിതത്തിൽ മക്കളോടൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടമുള്ളവരുണ്ട്. കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു, എന്നാൽ ദൈവത്തെ കൊടുക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ ഒരു പരാജയപ്പെട്ടൊരു പേരൻറ്റിംഗ് ആണ് എൻ്റെത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം. ഞങ്ങൾക്ക് സംഭവിച്ച പരാജയങ്ങൾ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.